ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന് കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. പ്രാർത്ഥിക്കാം. കൃപയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ സന്നിധിയിൽ തലവണക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം. ഒന്നിച്ച് വന്നുകൂടുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ സന്ദർശിക്കുന്ന നിൻ്റെ വലിയ ദയയോട് നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ മുഴുവനും നിങ്ങളായിരിക്കാൻ തക്കവണ്ണം ഹൃദയങ്ങളും ജീവിതങ്ങളും നിങ്ങൾ സമർപ്പിക്കുവാൻ ഞങ്ങളിന്ന് സഹായിക്കണമേ. സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ അനുതാപ ഹൃദയത്തോടുകൂടെ ഈ ആരാധനയെ സംബന്ധിപ്പാനുള്ള കൃപ തരണമേ. ഈ ലോകത്തിന് സമാധാനത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയെ നീ കേട്ട് കർത്താവേ, സൗഖ്യവും സമാധാനവും ലോകത്തിന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ഈ ദിവസങ്ങളിലെ സങ്കടാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുവാൻ നീ കൃപ അരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ആരാധനയെ നീ പ്രസാദിക്കണമേ. മനുഷ്യരുടെ ഏഴകളുടെ ശബ്ദത്തെ നീ ശ്രദ്ധിക്കണമേ. സ്വർഗീയ ഉന്നതങ്ങളിൽ നിന്നും കേട്ട് അടിയങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സമാധാനവും സൗഖ്യവും സ്വസ്ഥതയും വീണ്ടെടുപ്പും ലോകമൊക്കെയും ഉണ്ടാകുവാൻ നീ ഇടവരുത്തണമേ. ആരാധനയെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണം. നേതൃത്വം നൽകുന്ന നിൻ്റെ ദാസനെയും അതിൻ്റെ പങ്കുകാരാകുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിനെ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 21-ാമത്തെ കീർത്തനം പാടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 21-ാമത്തെ കീർത്തനം. ഇപ്പോൾ 1-2 പാഠങ്ങൾ വായിക്കുന്നു.
ഒന്നാം പാഠത്തിന് ശേഷം പുതിയ ക്രിസ്തീയ കീർത്തനങ്ങളിൽ 411 കീർത്തനം പാടുന്നതുമായിരിക്കും. ഒന്നാം പാഠത്തിന് ശേഷം ക്രിസ്തീയ കീർത്തനങ്ങളിൽ 411. ഒന്നാം പാഠഭാഗമായി ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 6-1 മുതൽ 17 വരെ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും നിന്റെ മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്ക. ഇസ്രായേലേ, കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമവീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആശ്വസിക്കാനീ സതതം ക്ഷീണമുള്ള നിൻ തലയെ മാറിൽ ചാരി സുഖിക്കാം. ക്ഷീണമുള്ള നിൻ തലയെ മാറിൽ ചാരി സുഖിക്കാം. എന്റെ ജീവൻ
നിന്റെ സ്വരമെൻ ചെവിയിൽ ഇമ്പമോടെ വന്നടിച്ചിടുന്നു ഞാൻ കേട്ടുനാഥാ. രണ്ടാം പാഠം. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തോലനായ പൗലോസ് തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2 തിമത്യോസ് 2-ാം അധ്യായം 1 മുതൽ 13 വരെ. എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഇവിടെ പാഠങ്ങൾ അവസാനിച്ചു. ഉന്നത പീഠത്തിൽ സ്തുതിയാൽ ഉയരും ഉന്നതനേ, വാഴ്ത്തപ്പെട്ടവളിൻ മടിയിൽ ഹിതമായി നിവസിച്ചല്ലോ. നാനാഭാഗങ്ങളിൽ നിന്റെ സ്വസ്ഥവും നിരപ്പും ശോഭ നിറഞ്ഞോ രാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാ ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹം ശമനം ചെയ്വാതിന് നയ്യോ വിളിക്കുന്നു നിന്നാമത്തെ. മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രവചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ,
നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം അന്തമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യാമറിയാമിന് ജനം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നുവനും വിശുദ്ധാത്രിത്വത്തിലൊരുവനും തന്റെ പിതാവിനോടും ജീവനോടുകൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മശികാതമ്പരാനെ ഞങ്ങളെല്ലാവരുടെ മേൽ കരുണ ചെയ്യണമേ. ആമേൻ. പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈശോ
പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തോ ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകളെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ശ്ലീഹന്മാരുടെ സ്തുതി. കർത്താവേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധേവൻഗേലിയോൻ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുവിധം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ഒന്നവനും ഒരുവൻ നിൽക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ ശിഖായത്തിനെ സ്തുതി തന്റെ നാം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ
കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടികളുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയാസിനോട് പറഞ്ഞു. അന്ത്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവുടെയും യോഗ്യതകളാക്കട്ടെ. രക്ഷകനേ, ഈ വചനം കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്ലീബാ മരത്തിന്മേൽ തന്നെ അർപ്പിക്കുകയും നമുക്ക് വേണ്ടിയുള്ള തൻ്റെ യാഗത്താൽ
നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും താൻ മരിക്കുകയും തന്റെ മരണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും താൻ ഉയർത്തുനിൽക്കുകയും തൻ്റെ ഉയർത്തുനിൽപ്പിനാൽ നമ്മെ ഉയർത്തുനിൽപ്പിക്കുകയും താൻ സ്വർഗത്തിലേക്ക് കരേറുകയും തന്നോടുകൂടെ നമ്മെ കരേറ്റുകയും ചെയ്ത സ്വീകാര്യമായ കാഴ്ചയായിരിക്കുന്ന മിശിഹാ തമ്പുരാന് ദൈവികമായ ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുകുൽ സ്ബാൻ ലവൽ മിൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതവണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പമുള്ള ഈ അടിയന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവനെ ദയതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിമഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാകുന്ന മഞ്ഞ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ പടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും ദൈവത്വത്തിന് ചർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്കും സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ഓശോ വബുകുൽ സ്ബാൻ ലവൽ മിൻ. ദൈവമായ കർത്താവേ, ദൈവികമായി ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് വിശുദ്ധയാലയത്തിൽ നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസരും ദാസികളുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, പരിശുദ്ധ റൂഹായുടെ നൽവരം ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാവതല്ലാത്ത തിരു രക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മീക ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലേബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ.
രണ്ടാമത്തെ നിന്റെ എഴുന്നള്ളത്തിൽ നിന്റെ വലത്ത് ഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഓശോ വബുകുൽ സ്ബാല ഓൽമിൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ഉത്തരമായിട്ട് ആമേൻ എന്ന് ചൊല്ലണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ ആകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ആകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാൻ വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനപ്പെട്ട കാലം പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്വരത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചൊരു സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരൂഹായാൽ ജഡംധരിച്ച മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുകഥ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവരുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെട്ടവരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലിക അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദിസ ഒരിക്കൽ മാത്രം നിങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും ഒരു ലോകത്തിലെ ജീവനും ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നു. ആമേൻ. ഭാഗ്യമാസ്തോമൻ കാലോസ്. എല്ലാവർക്കും ഇരിക്കാം. ഈ ദിവസങ്ങളിൽ ജന്മദിനവും വിവാഹവും ആഘോഷിക്കുന്നവരുണ്ടല്ലോ, വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരുണ്ടല്ലോ. അവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ പുതിയ കൃപകളെ പ്രാപിക്കേണ്ടതിന് തങ്ങളെ തന്നെ ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ട് മടക്കി ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ എല്ലാവർക്കും പങ്കുചേരാം.
നിന്നിഷ്ടം പോലെ ആകേണമേ. നിൻ സന്നിധവും ഞാൻ താണിരിക്കും. നിൻ വചനമാ തണ്ണീരിനാൽ എന്നെ കഴുകി ശുദ്ധി ചെയ്യുക. കാരുണ്യവാനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ആരാധിക്കുവാനായി അവരവരുടെ ഭവനങ്ങളിലോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപാകടാക്ഷങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ ആയുസ്സിലൊരു സംവത്സരം കൂടെ പൂർത്തിയായതിൻ്റെ സന്തോഷത്തിൽ നിൻ്റെ സന്നദ്ധിയിൽ വന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നവരായ നിൻ്റെ മക്കളോട് പ്രത്യേകം നീ കരുണ ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും പുതിയ വർഷം കൊടുക്കണമേ. ഒരുപാട് അനിശ്ചിതത്വങ്ങളുള്ള ഒരു കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാലും നിൻ്റെ കൃപ നിൻ്റെ മക്കളെ ചുറ്റിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടവകയിൽ അവരവരുടെ ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആരാധനയിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പങ്കെടുക്കുന്ന എല്ലാ നിൻ്റെ മക്കൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗൾഫ് നാടുകളിലും യൂറോപ്യൻ നാടുകളിലും കർത്താവെ അമേരിക്കൻ ഐക്യനാടുകളിലുമൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവേ, നിൻ്റെ കൃപയിൽ നീ അവരെ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അനിശ്ചിതത്വങ്ങൾ ഒരുപാടുണ്ട് കർത്താവേ, ജോലി സംബന്ധമായ പ്രയാസങ്ങൾ ഒരുപാടുണ്ട് കർത്താവേ. നീ അവരോട് കൂടെ ഇരിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ കർത്താവെ വഴികളെ ഒന്നും കർത്താവെ നീ അടച്ചു കളയുന്നവനല്ല. അഥവാ അടയ്ക്കപ്പെട്ടാൽ തന്നെ ഒരു വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കും എന്ന് നിൻ്റെ വചനം കൃത്യമായി ഞങ്ങളെ പഠിപ്പിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലുമായിരിക്കുന്ന അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു കർത്താവേ. പുതിയ വർഷം നിൻ്റെ മക്കൾക്കെല്ലാവർക്കും ഞങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. വൈവാഹിക ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ. അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കുടുംബങ്ങളായി നീ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവെ, സ്വസ്ഥതയും സമാധാനമുള്ള വിശുദ്ധ കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ നീ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം കൊണ്ട് നിന്നെ സ്തുതിപ്പാൻ നീ ഇടയാക്കണമേ. നല്ല സാക്ഷ്യമുള്ള കുടുംബമായിരിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, അതോടൊപ്പം യേശു ക്രിസ്തു അവരുടെ കുടുംബത്തിൻ്റെ നാഥനായി കേന്ദ്രസ്ഥാനത്ത് തന്നെ എപ്പോഴും ഉണ്ടായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വൈവിധ്യങ്ങളായ ജീവിത ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, പ്രത്യേകിച്ചും കുടുംബ ജീവിതത്തിൽ ശൈഥില്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ മക്കളെ നീ കൂട്ടിയോജിപ്പിക്കുമാറാകണം എന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ ക്രിസ്തീയ കീർത്തനങ്ങളിൽ 173 കീർത്തനം പാടി നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. ക്രിസ്തീയ കീർത്തനം 173 കീർത്തനം. ദുഃഖം വഹിക്കും എല്ലാം യേശുവോട്
യേശുവോടു ചൊന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചൊന്നു ചൊല്ലിടായിക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ ഏവിധ ദുഃഖങ്ങളും ലേശവുമാധൈര്യം വേണ്ട ചൊല്ലാമേശുവോടല്ല. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിൻ്റെ ജനത്തെ നിൻ്റെ വചനം പഠിപ്പിക്കുവാനും നീ ആരാണെന്നവരെ ഗ്രഹിപ്പിക്കുവാനും ഉത്സാഹിക്കുന്ന എല്ലാ നിൻ്റെ മക്കൾക്കായിട്ടും സ്തോത്രം. ദൈവശാസ്ത്ര അഭ്യസനം ദൈവകൃപയിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നിൻ്റെ സഭയ്ക്ക് കൃപ കൊടുക്കണമേ. കർത്താവേ, ബലഹരാകുന്ന ശുശ്രൂഷകരാകുന്ന ഞങ്ങളെ നിൻ്റെ വലിയ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. നിൻ്റെ ജനം സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നീ ഇടവരുത്തണമേ. നിന്നെക്കുറിച്ച് അവർ ശരിയായി മനസ്സിലാക്കുവാൻ ഇടവരുത്തണമേ. ദൈവമുള്ള ജീവിതങ്ങളായി ഞങ്ങളുടെ ഇടവക ജനങ്ങളുടെ ജീവിതം ആയിത്തീരുവാൻ നീ സഹായിക്കണം. ആരെങ്കിലും കർത്താവേ നിന്നെ അറിയാതെ, നിന്നെ മറന്ന്, നിന്നെ മറുത്ത്, നിന്നെ അവഗണിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ദൈവമേ, നീ അവരോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നീ ലോകത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ഒരു ജീവിത മാതൃക നൽകി ദൈവശാസ്ത്രത്തിൻ്റെ എല്ലാം അനുഗ്രഹീതമായ ഒരു ജീവിത രൂപം ഞങ്ങൾക്ക് കാണിച്ചു തന്നതോർത്ത് സ്തോത്രം. ആ നല്ല ശൈലിയെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തെ ആശീർവദിക്കണം. സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കണമേ കർത്താവേ. നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ നീ ഉപയോഗിച്ചാലും, നിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധങ്ങളായി നീ ഞങ്ങളെ ഉപയോഗിച്ചാലും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പലയിടങ്ങളായിരിക്കുമ്പോഴും ഏകാത്മാവിനാൽ നമ്മളെ ശക്തീകരിക്കുന്ന വലിയവനായ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആരാധനയിലൂടെ പ്രതിസന്ധിയെ മറികടക്കുവാനായിട്ടുള്ള ശക്തി ആർജിക്കുവാൻ ഇന്നും ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുന്നുവല്ലോ. വചനത്തിലൂടെ ആ ഒരു ഉറപ്പ് ദൈവമായ കർത്താവ് നമുക്ക് നൽകട്ടെ എന്നും പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മളൊന്നിച്ചായിരിക്കുന്ന ഈ സമയത്ത് ചേർത്തുനിരുത്തമായി നമ്മൾ വചനം കേൾക്കുവാൻ ഒരുങ്ങുമ്പോൾ സഭയായി ഇന്ന് ധ്യാനിക്കുന്ന വേദഭാഗം ഇന്ന് സുവിശേഷ ഭാഗമായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ വായിച്ചു കേട്ട
വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ആധാരമായിട്ട് എടുക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. നമ്മളത് പൂർണ്ണമായിട്ട് വായിച്ച് കേട്ടതാകുന്നുവല്ലോ. അതുകൊണ്ട് ചില വാക്യങ്ങൾ മാത്രം ഒന്നുകൂടെ വായിക്കട്ടെ. 20-ഉം 21-ഉം വാക്യം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സൈദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. 24-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. പ്രാർത്ഥിക്കാം. കൃപയുള്ള ദൈവമായ കർത്താവേ, തിരുമുമ്പാകെയും വചനത്തിനു മുമ്പാകെയും ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. നിൻ്റെ കൃപയാൽ ഈ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങളെ ഗ്രഹിപ്പിക്കുമാറാകണമേ. ഈ നാളുകളെയും ഈ സാഹചര്യങ്ങളെയും ഒക്കെ ഞങ്ങൾ വചനത്തിൻ്റെ കണ്ണിലൂടെ കാണുവാൻ സഹായിക്കണം. ദൈവമായ കർത്താവേ, ഈ നാളുകളെ തരണം ചെയ്യുവാൻ ശക്തീകരിക്കുന്ന വചനം ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിപ്പാനും അനുസരിപ്പാനും അനുഗമിപ്പാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ സൗഖ്യമാക്കുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും സന്തോഷത്തെയും ഉണ്മയെയും ഒക്കെ അർത്ഥവത്താക്കി തീർക്കുന്ന ഈ വചനം ഞങ്ങളെപ്പോഴും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഫലകങ്ങളിൽ ഈ വചനത്തെ എഴുതണമേ. വചനം സംസാരിക്കുമ്പോൾ ബലഹീനായ അടിയൻ്റെ വായിലെ വാക്കുകളെയും നിന്റെ മക്കളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനത്തെയും അവിടുത്തെ പ്രസാദകരമാക്കണമേ. ക്രിസ്തു യേശുവിൽ അപേക്ഷിക്കുന്നു, ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് സഭയായി ചിന്തിക്കുന്ന ചിന്താവിഷയം ദൈവശാസ്ത്ര അഭ്യസനം ദൈവജനത്തിൻ്റെ ഒരുക്കത്തിനായിട്ട് എന്നുള്ളതാണ്. ദൈവരാജ്യ അഭ്യസനം ദൈവജനത്തിൻ്റെ ഒരുക്കത്തിന്. ദൈവരാജ്യ അഭ്യസനം, ദൈവശാസ്ത്ര അഭ്യസനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ വൈദികർക്കോ സുവിശേഷകർക്കോ മാത്രമായിട്ട് വേർതിരിച്ച് അവർക്ക് മാത്രമായിട്ട് കുത്തകയായിട്ട് നൽകിയ ഒരനുഭവമല്ല. പിന്നെയോ ദൈവജനത്തെ ആകമാനം രൂപപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപയാണ് നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ വചനം നൽകുന്ന ദൈവശാസ്ത്രം. യേശു കർത്താവിൽ ഉൾപ്പെട്ടതായിട്ടുള്ള ദൈവിക മർമ്മങ്ങളാകുന്നു ദൈവശാസ്ത്രത്തിന് അടിസ്ഥാനമായിട്ട് സഭയ്ക്ക് ഉള്ളത്. 66 പുസ്തകങ്ങളടങ്ങുന്ന ഈ വേദപുസ്തകത്തിന് പുറത്തു നിന്നും ഒരു ദൈവശാസ്ത്രം നമുക്കില്ല. സത്യേക ദൈവത്തിൽ വെളിപ്പെട്ടതല്ലാത്ത മറ്റൊരു വെളിപ്പാട് നമുക്കില്ല. ക്രിസ്തുയേശുവിൽ പൂർണ്ണമാകാത്ത മറ്റൊരു ദൈവശാസ്ത്രവും നമുക്കില്ല. ഇതിൽ സഭയെ അഭ്യസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ദൗത്യവും കടമയുമാണ്. തലമുറകൾ ഈ അഭ്യസനത്തിലും ഈ ക്രമത്തിലും ഈ ചിട്ടയിലും വളർന്നു വരേണ്ടത് സഭയുടെയും ദൈവരാജ്യത്തിൻ്റെയും വലിയ താല്പര്യമാണ്. ദൈവശാസ്ത്രമില്ലാതെയും ഒരുപക്ഷെ വിശ്വാസികളുടെ സമൂഹവും ഭക്തന്മാരുടെ കൂട്ടവും ഉണ്ടാകാം. എന്നാൽ ഇന്നത്തെ തലക്കെട്ട് ഓർപ്പിക്കുന്നത് പോലെ ദൈവശാസ്ത്ര അഭ്യസനം ദൈവജനം എന്നുള്ള സമൂഹത്തിൻ്റെ ഒരുക്കത്തിനായിട്ടാണ്. വിശ്വാസികളുടെ കൂട്ടം, ഭക്തന്മാരുടെ കൂട്ടം ലോകത്തെവിടെയും നമുക്ക് കാണാം. എന്നാൽ ദൈവജനത്തിൻ്റെ ചെറു സമൂഹങ്ങളെ സൃഷ്ടിക്കുവാൻ അടിത്തറയുള്ള, ശക്തമായ അടിസ്ഥാനമുള്ള, സത്യേക ദൈവത്തിൽ ആഴത്തിൽ വേരൂന്നിയ യഥാർത്ഥമായിട്ടുള്ള ദൈവശാസ്ത്രം സഭയ്ക്ക് ആവശ്യമാണ്. ദൈവശാസ്ത്രമില്ലാത്ത സഭയ്ക്കും വിശ്വാസത്തിനും നിലനിൽപ്പില്ല. ആയതുകൊണ്ടാണ് നമ്മൾ ദൈവശാസ്ത്ര അഭ്യസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി സെമിനാരികളിലും ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പള്ളികളിലും സൺഡേ സ്കൂളുകളിലും അതിന് ഊന്നൽ നൽകി പഠനം നിർവഹിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. ശക്തമായ ശുശ്രൂഷയാണ് ക്രിസ്തു യേശുവിലൂടെ ദൈവമായ പിതാവ് നിർവഹിച്ചു വരുന്നത്. 11-ാം അധ്യായത്തിൽ കണ്ടു അവൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ശക്തി നിറഞ്ഞ സംഭവങ്ങളുടെ ഏടുകളാണ് 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ചുപോയ ലാസറിനെ അവൻ ഉയർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ രാജ്യത്വത്തെയും വീണ്ടെടുപ്പിനെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മറിയ
അവൻ്റെ കാലിൽ സ്വച്ഛജട മാംസി തൈലം പൂശുന്നു. അതേ തുടർന്ന് അവൻ യെരുശലേമിലേക്ക് തൻ്റെ രാജകീയമായ പ്രവേശനം നടത്തുന്നു. ഹോശാന ആ തെരുവോരങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നു. അതിനുശേഷമുള്ള ഒരു സംഭവമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുന്നത്. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ശക്തമായ വാർത്തകളും സന്ദേശങ്ങളും ആ ചുറ്റുപാടുകളിലേക്ക് ഏറ്റവും അധികമായിട്ട് അന്നാളുകളിൽ പരക്കുവാനായിട്ട് തുടങ്ങി. അവിടെ അറിവ് നേടുവാൻ ഏറ്റവും ശ്രദ്ധ കൊടുത്തിരുന്ന യവനായ സമൂഹവും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഗ്രീക്ക് ഫിലോസഫി, യവനായ തത്വചിന്തകൾ വളരെ ശക്തവും ഔന്നത്യമുള്ളതുമായിരുന്നു ആ കാലയളവിൽ. അതുകൊണ്ട് അറിവ് അവരുടെ ഒരു അന്വേഷണ വിഷയമായിരുന്നു. അറിവ് നേടുവാൻ അവർ മതങ്ങളിലും ഗുരുക്കന്മാരിലും വലിയ അന്വേഷണം നടത്തിയ സമൂഹമാണ്. അതുകൊണ്ട് ഈ ഒരു ഗുരുവിനെക്കുറിച്ചും യഹൂദ മതത്തെക്കുറിച്ചുമൊക്കെ കുതുകികളായിട്ടുള്ള യവനായക്കാർ അന്നാളുകളിൽ യെരുശലേമിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. അവരും പെരുന്നാളിൽ സംബന്ധിക്കാൻ വന്നു. യഹൂദന്മാരുടെ പെരുന്നാളിൻ്റെ ദൈവശാസ്ത്രം അറിയാൻ, അല്ലെങ്കിൽ തത്വചിന്ത എന്താണെന്ന് അറിയാൻ അവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവർ യേശുവിനെക്കുറിച്ച് ധാരാളമായി കേൾക്കുന്നത്. അവർ കേട്ടവനായ ഈ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അവർ സമീപിക്കുന്നത്, അതിനായിട്ട് അവർ കണ്ടെത്തുന്ന മാർഗം ഫിലിപ്പോസിനെ സമീപിക്കുക എന്നതാണ്. കർത്താവിന് ശിഷ്യനായ ഫിലിപ്പോസ്, ബെത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ എന്ത് സവിശേഷത കണ്ടിട്ടാണ് അവർ അവനെ സമീപിച്ചത്? ഒരുപക്ഷെ അവൻ്റെ പേരായിരിക്കാം. ഫിലിപ്പ് അലക്സാണ്ടറിൻ്റെ പിതാവായ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പിൻ്റെ പേരായതുകൊണ്ട് ഫിലിപ്പോസ് എന്ന് കേട്ടപ്പോൾ അവർക്ക് യവനായ പേര് എന്ന് തോന്നിക്കാണും, യവനായക്കാരൻ എന്ന് വിചാരിച്ച് കാണും. ആയതുകൊണ്ടാകാം യഹൂദ മതാനുസാരിയായ ഫിലിപ്പോസിനെ അവർ ആ പേരുകൊണ്ടാകാം സമീപിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഫിലിപ്പോസിനെ സമീപിക്കുമ്പോൾ ഫിലിപ്പോസ് അന്ത്രയോസിനെ കൂടെ കൂട്ടുപിടിക്കുന്നു. അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പ്രത്യേക കൃപയുള്ള ശിഷ്യനായിരുന്നല്ലോ അന്ത്രയോസ്. പത്രോസിനെയും 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്ന ആ ബാലനെയും ഒക്കെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് ഈ അന്ത്രയോസാണ്. അവരിരുവരും ഈ യവനായക്കാരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. യേശു കർത്താവ് അവർക്ക് നൽകുന്ന വലിയ അറിവിൻ്റെ വെളിച്ചമാണ് ഈ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. 2-3 കാര്യങ്ങളാണ് ഈ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. യേശു കർത്താവിനെ അറിയുവാൻ, ദൈവശാസ്ത്രം അറിയുവാൻ ശ്രമിക്കുമ്പോൾ അതിന് ക്രമാനുഗതമായ ഒരു പുരോഗതിയുടെ അനുഭവം ഉണ്ടാവണം. അത് നാം തന്നെ വിലയിരുത്തണം. ഈ യവനായക്കാരെ നോക്കുക, അവർ തങ്ങളുടെ ദൈവശാസ്ത്രത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയിൽ താല്പര്യമുള്ളവരാണ്, ശ്രദ്ധയുള്ളവരാണ്. എങ്ങനെയാണ്? അവർ കേട്ട് അറിഞ്ഞ കർത്താവിനെ ഇതാ കണ്ടറിയുവാൻ ആഗ്രഹിക്കുന്നു. കണ്ടറിഞ്ഞ കർത്താവോ അവരോട് പറയുന്നത് ഒരു അനുധാവനത്തെക്കുറിച്ചാണ്, അനുഗമനത്തെക്കുറിച്ചാണ്. തൻ്റെ ജീവിത മാതൃക, നിലത്ത് വീഴുന്ന ഗോതമ്പ് മണിയുടെ മാതൃക അനുഗമിപ്പാൻ, അനുധാവനം ചെയ്യാനാണ്. കേട്ടറിഞ്ഞ കർത്താവിനെ കണ്ടറിയുവാനും, കണ്ടറിഞ്ഞ കർത്താവിനെ അനുഗമിപ്പാനും, അനുഗമിക്കുന്ന കർത്താവിനെ അനുഭവിപ്പാനും, അനുഭവിച്ച കർത്താവിനെ അനുഭവവേദ്യമാക്കുവാനും സുവിശേഷമാക്കുവാനുമാണ് നമ്മളുടെയൊക്കെയും വിളി. ഇങ്ങനെയൊരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി നമ്മളുടെ ദൈവശാസ്ത്രത്തിന്, നമ്മുടെ ശിഷ്യത്വത്തിന് ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. യവനായക്കാർക്ക് സാധിക്കുന്നതായ ആ പുരോഗതി, ആ വളർച്ച ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവശാസ്ത്രാഭ്യസനത്തിൽ, ദൈവിക കാര്യങ്ങളുടെ അറിവിൻ്റെ അനുഭവത്തിൽ നാം എങ്ങനെ വളരുന്നു, എപ്രകാരം വളരുന്നു, ഏത് തട്ടിൽ നിൽക്കുന്നു എന്ന് ഇന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. 2, യേശു കർത്താവിനെ അവർ അനുഗമിക്കുന്നത് അവൻ്റെ തേജസ്കരണത്തെക്കുറിച്ചുള്ള കാഴ്ച കാണാനും കേൾവികൾ കേട്ടുമൊക്കെയാണ്. അവൻ തേജസ്കരിക്കപ്പെടാൻ പോകുന്ന നാഴിക വരുന്നു. യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാൻ പോകുന്ന നാഴിക വരുന്നു. തേജസ്കരണം അറിവിലൂടെയാണ്. എൻലൈറ്റൻമെൻറ്റ് ടു നോളജ് എന്നതാണ് എല്ലാ മതങ്ങളിലും ഒരു തത്വചിന്തയായിട്ട് നിൽക്കുന്നത്. ബുദ്ധമതത്തിലും ജൈനമതത്തിലും അതുപോലെ യവനായ വിശ്വാസത്തിലുമൊക്കെ അറിവാണ്, എൻലൈറ്റൻമെൻ്റാണ് തേജസ്കരണം. അറിവാണ്, നോളജാണ് തേജസ്കരണം.
അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്നവരോട് കർത്താവ് പറയുന്നു താഴെയുള്ള വാക്കുകളിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും. അറിവല്ല, മുറിവാണ് തേജസ്കരണത്തിന് കാരണമാകുന്നത്. നമ്മുടെ ദൈവശാസ്ത്രത്തിൽ, ക്രിസ്തീയ സഭയുടെ ദൈവശാസ്ത്രത്തിൽ അറിവല്ല, മുറിവുകളാണ് തേജസ്കരണത്തിന് കാരണമാകുന്നത്. നമ്മുടെ ദൈവശാസ്ത്ര അഭ്യാസം അറിവുകളായിട്ട് ഒടുങ്ങുവാനായിട്ടല്ല, മുറിവുകളായി തേജസ്കരിക്കപ്പെടുവാനായിട്ടുള്ള കൃപ നമുക്കുണ്ടാവണം. കർത്താവ് അവരെ വിളിക്കുന്നത് അതിനുവേണ്ടിയാണ്. അറിവ് സമ്പാദിച്ച ശിഷ്യന്മാരായിരിക്കാനല്ല, മുറിവുള്ള അപ്പോസ്തലന്മാരായിരിക്കാനാണ് നമ്മുടെയൊക്കെയും വിളി. നമ്മുടെ ദൈവശാസ്ത്രാഭ്യസനം ഇவ்விധത്തിലാകുന്നു എന്ന് സഭയായും ഇടവകയായും വിശ്വാസ സമൂഹമായും നമുക്ക് പരിശോധിക്കുവാൻ ഇടയാകട്ടെ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. എപ്പിക്യൂരിയസിൻ്റെയും മറ്റും വലിയ വിഖ്യാതമായിട്ടുള്ള തത്വശാസ്ത്ര ചിന്തകളുമായി വരുന്നവരെ തൻ്റെ വലിയ തത്വശാസ്ത്ര ചിന്തകളും തൻ്റെ പാണ്ഡിത്യവും വെളിപ്പെടുത്തുവാനല്ല കർത്താവ് ശ്രമിക്കുന്നത്. താൻ ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തുവാനല്ല, പരിചയപ്പെടുത്തുവാനല്ല ശ്രമിക്കുന്നത്. അവർ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ തങ്ങളുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കാണും, ഫിലിപ്പോസിനും അന്ത്രയോസിനും പിന്നീട് കർത്താവിനും. എന്ന് കർത്താവ് പരിചയപ്പെടുത്തുമ്പോഴോ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുന്ന ഒരു ഗോതമ്പ് മണിയാണ്. ഞാനൊരു ഗോതമ്പ് മണിയാണ്. ഞാൻ ആരാണെന്നുള്ളതല്ല, എൻ്റെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്നതും വെളിപ്പെടുത്തുന്നതും നമ്മളെ തന്നെ വിലയിരുത്തുന്നതും നമ്മുടെ പേരുകൊണ്ടോ, വീട്ടുപേര് കൊണ്ടോ, കുടുംബപ്പേര് കൊണ്ടോ, കുടുംബ മഹിമ കൊണ്ടോ, സ്ഥാനപ്പേര് കൊണ്ടോ, സമ്പത്തിൻ്റെ പേരിലോ ഒക്കെ ആകുവാൻ പലപ്പോഴും അറിയാതെ ആഗ്രഹിക്കാറുണ്ട്. കർത്താവോ തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പേരിൽ, ദൈവം തൻ്റെ മേൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷയുടെ മേലിൽ, തൻ്റെ കർത്തവ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ഗോതമ്പ് മണിയാണ്, നിലത്ത് വീണ് ചാകുവാൻ ഉള്ളവനാണ്. മനുഷ്യപുത്രൻ്റെ തേജസ്കരണം അവൻ്റെ മുറിവിലാണ്. ഇപ്രകാരം തന്നെ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ ഉള്ള ഒരു വലിയ നിയോഗത്തിൽ പുകഴ്ച കണ്ടെത്തുന്ന സമൂഹമായി തീരുവാൻ നമുക്ക് സാധിക്കണം. നിലത്ത് വീണ് ചാകുവാൻ, ചത്ത് വളരെയേറെ ഫലം നൽകുവാൻ നിയോഗമുള്ള സമൂഹമായി തീരണമെങ്കിൽ ശക്തമായ ദൈവശാസ്ത്ര അടിത്തറ കർത്താവിൽ പ്രിയരെ നമുക്ക് ആവശ്യമാകുന്നു. യേശു കർത്താവ് പറയുന്നു, നല്ലവണ്ണം ചാകുന്നവൻ നല്ലവണ്ണം ജീവിക്കും. ഡിട്രിച്ച് ബോൺഹോഫർ പറയുന്നു, നാൾത്തോറും കർത്താവ് നമ്മളെ വിളിക്കുകയാണ് ശിഷ്യത്വത്തിലേക്ക്. നാൾത്തോറും വിളിക്കുന്നത് നാൾത്തോറും മരിക്കാനാണ്. നല്ലവണ്ണം മരിക്കുക, നല്ലവണ്ണം ജീവിക്കുവാൻ. നല്ലവണ്ണം ഈ ഭൂമിയിൽ നമ്മളെ തന്നെ വെറുമയാക്കുക, നമ്മളെ തന്നെ ത്യജിച്ച് കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്യുക, അവൻ്റെ ആഗ്രഹം ശക്തമായി നിറവേറ്റുക, നല്ലവണ്ണം ജീവിക്കുവാൻ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് നല്ലതാണ്, അത് വളരെ ഫലം കായ്ക്കും. ചാകാതിരുന്നാലോ മറ്റൊരു ഓപ്ഷൻ എന്താണ്? ഏതെങ്കിലും പത്തായത്തിൽ ഇരിക്കാം, കുറച്ച് നാൾ കഴിഞ്ഞ് അത് ഭക്ഷണമാകാം, അല്ലെങ്കിൽ അത് കുത്തലുണ്ടായി പൊടിഞ്ഞ് തനിയെ ഇല്ലാതെയായി പോകാം. മറ്റൊന്നായിട്ട് തീരാതെ ഫലം നൽകാതെയും നശിച്ചു പോകാം. ഫലം നൽകാതെയും ഗോതമ്പ് നശിച്ചു പോകാം. എന്നാൽ ഫലം നൽകുന്ന വിധത്തിൽ ചാവുന്നത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇതാണ് സഭയുടെ ദൈവശാസ്ത്രം, ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നതായ ദൈവശാസ്ത്രം. ഇതിനെ സ്വീകരിപ്പാനും അനുസരിപ്പാനും നമുക്ക് സാധിക്കണം. നമ്മൾ പരിചിതമായിട്ടുള്ള ഒരു പഴമൊഴിയാണല്ലോ, ഇഫ് യു fall like a seed to germinate, not like a leaf to die. നീ വീഴുമ്പോൾ ഒരു വിത്തായിട്ട് വീഴട്ടെ. എന്തായാലും നമ്മളുടെ ജീവിതത്തിൻ്റെ നാളുകൾ പൂർത്തിയാകും, നമ്മളൊക്കെ വീഴും. വീഴുമ്പോഴോ നീ ഒരു വിത്തായിട്ട് വീഴട്ടെ, അത് വീണ്ടും നാം വിടും. ഇലയായിട്ട് വീഴാതിരിക്കട്ടെ, ഇല നശിച്ചു പോകും. ഇഫ് യു fall, make sure that you fall like a seed to germinate and not like a leaf to die. നീ വീഴുമ്പോൾ ഇലയായിട്ട് വീഴുകയല്ല, ഒരു വിത്തായിട്ട് വീഴുവാനുള്ള കൃപ നിനക്ക് ഉണ്ടാവട്ടെ. ഇതാണ് സഭയുടെ ദൈവശാസ്ത്രം, ഇതാണ് മാർത്തോമാ സഭയുടെ ദൈവശാസ്ത്രം, ഇതാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം. ഇതിന്മേൽ ജീവിക്കുവാൻ, ഇതിന്മേൽ മരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. 3-4 കാര്യങ്ങൾ ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവശാസ്ത്ര വളർച്ചയിൽ ഒരു പുരോഗതിയെ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. കേട്ടറിഞ്ഞ കർത്താവിനെ കണ്ടറിയാനും, കണ്ടറിഞ്ഞ കർത്താവിനെ അനുഗമിപ്പാനും, അനുഗമിക്കുന്നവനായ കർത്താവിനെ അനുഭവിപ്പാനും, അവനെ അനുഭവവേദ്യമാക്കുവാനും ഈ ഒരു ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. അതിന് ഈ ജീവിതമേ നമുക്കുള്ളൂ. അതിനെ ഫലകരമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. യേശു കർത്താവിൻ്റെ തേജസ്കരണം അത് അറിവിലല്ല, മുറിവിലാണ്. ദൈവരാജ്യത്തിൽ ദൈവമക്കൾക്ക് ദൈവശാസ്ത്രം പഠിക്കുവാനും അറിവ് നേടാനും വേണ്ടി മാത്രമുള്ളതല്ല,
മുറിയപ്പെടാനും നൽകപ്പെടാനും വേണ്ടിയുള്ളതാണ്. അതിനെ അപ്രകാരം അഭ്യസിക്കുവാനും സ്വീകരിപ്പാനും നമുക്ക് ഇടയാകട്ടെ. മൂന്നാമതായി പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. കർത്താവ് തന്നെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ഗോതമ്പ് മണിയാണ് ഞാൻ, ദൈവത്തിൻ്റെ ഹിതത്തിൽ ഞാൻ ഗോതമ്പ് മണിയാണ്. മറ്റൊന്നും എനിക്ക് എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനായിട്ടില്ല. എൻ്റെ പർപ്പസ് ഒരു ഗോതമ്പ് മണിയുടേത് പോലെയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ പുകഴ്ചയെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ വീഴും നിശ്ചയം, നല്ലതുപോലെ വീഴുവാൻ, ഒരു വിത്തായിട്ട് വീഴുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇല പോലെ വീണ് നഷ്ടപ്പെട്ടും നശിച്ചും പോകാനായിട്ടല്ല. ഇല ഒരു പക്ഷേ മരത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രകടമായി കാണുന്നത് ഇലയാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇലകളാണ്. പക്ഷേ വീഴുമ്പോഴോ ഇലകൾ നശിച്ച് ദ്രവിച്ച് പോകുന്നു, വിത്തോ വീണ് വീണ്ടും നാമ്പിടുന്നു. ഈ ഭൂമിയിലെ ജീവിതത്തിൽ 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒന്നുകിൽ ഇല പോലെ വീണ് നശിക്കാം, അല്ലെങ്കിൽ വിത്ത് പോലെ വീണ് വീണ്ടും കിളിർക്കാം. രണ്ടാമത് തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിനായിട്ട് നിയോഗിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട ഗോതമ്പ് മണികളായി തീരുവാൻ സഭയിലെ ഓരോ അംഗങ്ങളെയും, ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ പൈതങ്ങളെയും ദൈവം സഹായിക്കട്ടെ. ഈ ഒരു ദൈവശാസ്ത്ര അഭ്യസനം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ദൈവജനമായി തീരുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസികളുടെ കൂട്ടത്തെയല്ല, ഭക്തന്മാരുടെ കൂട്ടത്തെയല്ല, ദൈവരാജ്യ സമൂഹത്തെ കർത്താവിന് ആവശ്യമാണ്. യഥാർത്ഥമായിട്ടുള്ള ദൈവവചന പഠനവും ധ്യാനവും നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ വചനത്താൽ കർത്താവ് കൃപയരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ആമേൻ. ഇപ്പോൾ അലൻ പ്രാർത്ഥിക്കും. ഇതിനായ ദൈവമേ, ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് ഞായറാഴ്ച ദിവസം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും ഞങ്ങൾക്ക് ആരാധനയിൽ പങ്കുചേരുവാനും തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്ന ദൈവമേ, അനേകർക്ക് അങ്ങ് കൊടുക്കാത്ത ഈ ഒരു പദവി അങ്ങ് ഞങ്ങൾക്ക് ഇന്ന് തന്നല്ലോ. യേശുവച്ച, ഞങ്ങളുടെ ഈ ലോകത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേകർക്ക് അങ്ങയുടെ സന്നിധിയിൽ വന്ന് ആരാധിക്കുവാൻ കഴിയാത്ത വലിയ ഭാരത്തോടു കൂടിയിരിക്കുന്ന ഈ സമയത്ത് യേശുവച്ച, അങ്ങ് ഞങ്ങളുടെ നേരെ മുഖം തിരികണമേ ദൈവമേ. അങ്ങയുടെ വലിയ കൃപ ഞങ്ങൾ നേരെ ചൊരിയണമേ ദൈവമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ നിൻ്റെ മകൻ്റെ വായിൽ നിന്ന് കേട്ടതുപോലെ ദൈവശാസ്ത്രം യേശുവച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കുവാനും അതിലൂടെ ഉത്തമ ഒരു സമൂഹമായി ദൈവത്തിൻ്റെ സമൂഹമായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ യേശുവച്ച. അതിനായി ഞങ്ങളെ ഒരുക്കണമേ ദൈവമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. നമ്മളായിരിക്കുന്ന ഇടത്ത് തന്നെ ദൈവത്തോടുള്ള നിരപ്പും സമാധാനവും പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് കൃപയും അവസരവും തരുന്നുണ്ടല്ലോ. നമ്മുടെ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വംശത്തിനു വേണ്ടി സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന നാടുകളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് യഥാർത്ഥമായിട്ടുള്ള അനുതാപത്തോടു കൂടെ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു.
നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൻ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിരിക്കുന്ന നാം ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനം നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ. കർത്താവേ, നിൻ വാതിൽ മുട്ടുന്നു, അടിയങ്ങൾ നിന്നാലയം ചേർന്നു ഞങ്ങൾ അനുഗ്രഹമിരക്കുന്നു. ഗുണവാനേ, നിൻ സത്യത്താ ശുദ്ധീകരിക്കാൻ നീ ഞങ്ങളെ. ആദിയും അന്തവും ഇല്ലാത്തവനും അദൃശ്യനും സർവസൃഷ്ടികളാലും ആരാധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന നിത്യനുമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും വെടിപ്പാക്കണമേ. നിന്നോട് ഞങ്ങൾ പരസ്പരവും സ്നേഹപരവും ആത്മികവുമായ ഐക്യത്താൽ വിശുദ്ധിയോടെ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുമതല കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവ്വദാ
കൃപയുള്ള കർത്താവും ദൈവമേ, തിരുസന്നിധിയിൽ ദൈവകൃപയെ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, നിന്റെ കരുണാതിരേകത്താൽ ഇപ്പോൾ തിരുസന്നിധിയിൽ തലകുനിച്ച് നിന്റെ സ്വർഗീയ ദാനത്തിനായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ആരാധകരായി അടിയാരെ അനുഗ്രഹിക്കണമേ. ആയത് നിന്റെയും നിന്റെ ഏകപുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും കൃപയാലും മനുഷ്യസ്നേഹത്താലും തന്നെ. വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിലും സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധരൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ശീഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ദൈവമായ കർത്താവാകുന്നു. സത്യേക ദൈവമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധരൂഹായെയും സ്തോത്രം ചെയ്ത വന്നിച്ച സ്തുതിക്കുന്നത് സത്യമായ ന്യായവുമാകുന്നു. ലോകാതീതങ്ങളായ പരിപൂർണതയുള്ള അശരീരികളും ദൃഢതയുള്ള ബന്ധങ്ങളും നിന്റെ നിത്യമായ മഹാവിശുദ്ധ സ്ഥലത്ത് നിന്റെ ബഹുമാനത്തെ കീർത്തിക്കുന്നു. അവർ ഇടപെടാതെ അട്ടഹസിച്ച് കർത്താവ് പരിശുദ്ധനെന്ന് ആർത്തുപാടുന്നു. കോയേനാൻ ഓമറീനാൻ ആകാശനും ഭൂമി ആസനം സ്തുതിക്കുന്നു. ബലവാനേ പരിശുദ്ധ
വേണ്ടിയുള്ള കാര്യങ്ങളെ പൂർണ്ണമാക്കുവാൻ വേണ്ടി താൻ സാക്ഷാൽ ദാസവേഷമെടുത്തപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പം എടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കസായം അവനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച തൻ്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവിടുത്തെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ നാഥപരമനായി ഞങ്ങൾ പാർക്കുകയും ചെയ്യുന്നു. നിന്റെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. വചനമായ ദൈവമേ, ഞങ്ങളെ പ്രതി നീ പ്രവർത്തിച്ച സകല കാര്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ജനനം, മാമോദീസ, കഷ്ടാനുഭവം, മരണം, കബറടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പിതാവായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയിൽ വലത്തു ഭാഗത്തുള്ള നിന്റെ ഇരിപ്പ്, ഭയങ്കരമായ നിന്റെ രണ്ടാമത്തെ വരവ്, ഇവയെല്ലാം ഞങ്ങൾ സ്മരിക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന മനോതാപത്തോടുകൂടി പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ലബൂ ഖാദ് അമറോ. സർവ്വശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവോ, നിങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. നമ്മുടെ കർത്താവേ ശിഹായുടെ തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ നമ്മുടെ കർത്താവേ ശിഹായുടെ തിരുരക്തം ആയിരിപ്പാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, വേൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് നിന്നോടുള്ള ബന്ധം ദൃഢീകരിക്കുമാറാകണമേ. ധൈര്യപൂർവ്വം തിരുസനത്തിൽ നിന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ.
കർത്താവേ, 4 ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്തായി, ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്തായി, ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫ്രഗൻ മെത്രാപ്പോലിത്തായും, യാക്കിമാർ കൂർലോസ് ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തീമത്യോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടണത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനം അറിവും നന്മയും വിശാല മനസ്സും സഹകരണബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് അതിന്റെ തോട്ടം കീഴെ അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മനുഷ്യരെയും അവസാന നാളിൽ നീ ഉറപ്പിച്ച അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപൂർവ്വയ്ക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമാണല്ലോ. എൻ്റെ കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ലോകത്തെ നീ സൗഖ്യമാക്കണമേ കർത്താവേ. തള്ളിക്കളയല്ലേ എൻ്റെ കർത്താവേ. നാളുകളായ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാവുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരണം. ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് നിന്നെ ഒന്ന് ആരാധിപ്പാനുള്ള കൃപ തരണം കർത്താവേ. ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുകയാവുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കും ജാഗരണത്തിനും ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനുമുള്ള അവസരം കർത്താവെ എത്രയും വേഗം സമാഗതമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകാംഗങ്ങളായി പല ആളുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടല്ലോ. ഈ കേരളത്തിൻ്റെ തന്നെ വിവിധ ഇടങ്ങളിൽ, ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, ഗൾഫ് നാടുകളിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചും സ്വന്തം ഭവനത്തിൽ നിന്നും ദൂരെ താമസിച്ച് വളരെയധികം ഭീതിയിലും ഭാരത്തിലുമൊക്കെ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗൾഫ് നാടുകളിലും മറ്റും ലേബർ ക്യാമ്പുകളിൽ കഴിയാനായിട്ട് ആ തരത്തിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകം ഓർക്കാം. രോഗവ്യാപനമൊക്കെ വളരെയധികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കർത്താവേ, നിൻ്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തങ്ങളുടെ കുടുംബത്തിൻ്റെ സന്ധാരണം നിലച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾ ഭാരത്തോടുകൂടി വിഷമിക്കുന്നവരുണ്ട്. അവരുടെ കണ്ണുനീരിന് അറുതി വരുത്തണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വഴികളെ തുറക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, മറ്റു രോഗങ്ങളാൽ വിഷമിക്കുന്നവർ, ക്യാൻസർ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഹൃദ്രോഗത്താൽ ഭാരപ്പെടുന്നവർ, വൃക്കസംബന്ധമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, അങ്ങനെ ശരീരത്തിൻ്റെ പലതരത്തിലുള്ള ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
ശസ്ത്രക്രിയകൾ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, അവരെല്ലാം നമുക്ക് ഓർക്കാം. മനസ്സിൽ ഭാരം അനുഭവിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലൊക്കെ മനസ്സിൽ വിഷമം അനുഭവിക്കുന്നവർ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർ, എല്ലാവരെയും ഓർക്കാം. നമ്മുടെ സഭയെയും അതിൻ്റെ അധ്യക്ഷന്മാരെയും ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെയും സുവിശേഷകരെയും എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ജനത്തിന് നല്ല ശുശ്രൂഷ കൊടുക്കുവാൻ തക്കവണ്ണം അവർക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മികമായി നല്ല ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ഏകജാതൻ്റെ പിതാവായ ദൈവമേ, നിർമ്മല മനസാക്ഷിയോടും മക്കൾക്ക് ചേർന്ന ധൈര്യത്തോടും കൂടി സർവാധിപതിയും പരിശുദ്ധനും സ്വർഗസ്ഥനുമായ ദൈവമേ എന്ന് നിന്നെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ണുവിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളെ ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്ധ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇവിടുത്തെ ആത്മാവിടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. ബാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും അവർ ഒന്ന് തന്നെയാകുന്നു. ആമേൻ. തൻ്റെ കരുണയാൽ ഈ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമേൻ. തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ ഈ ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമേൻ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദൈവസുതർ നാമമായിടുവാൻ ജീവികളായി നടന്നപ്പോൾ ഉപദേശിച്ചിട്ടുള്ളവരാ പുണ്യ പിതാക്കളേ, പ്രാർത്ഥന കാഴ്ചകളൊക്കെയും ഓർത്തവരെ പിന്തുടരണം. ദേവാ സുതനവരെ മോക്ഷേ അനുകൂല
നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കണമേ. കുരിലായിസോൻ കുരിലായിസോൻ കുരിലായിസോൻ. എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. ഭാരയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിവനേകം തന്നെ ആമേൻ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു, നിന്നുയർപ്പാലതു മാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്ക. സ്വന്തം മരണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദമൂർത്തി നിങ്ങൾക്ക് സ്തുതി പാടുവാൻ മണ്ണിൽ നിന്ന് ഞങ്ങളെ ഉയർത്തേൽപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധവുമായ ദൈവം വന്ദനം സ്തുതിയുമാകുന്നു. ആദ്യം മുതൽ തലമുറയിലേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തുന്നാൽപ്പിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി ഇനി വരാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവുന്നല്ലാത്ത നിന്റെ വലതുകരം നീട്ടിക്കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ എന്ന നേക്ക് ദർശനത്തിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്താഴ് ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവുന്നതല്ലാത്ത തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധകരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങൾ ശരണവുമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ. പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്താഴ് ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി നൽകപ്പെടുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ ഓർമ്മയിൽ സന്തോഷത്തോടും സ്തോത്രത്തോടും കൂടെ ഇവയെ കൈക്കൊള്ളുക. എൻ രക്ഷകനാം യേശുവേ, എന്നെ ദയയോടു കാത്തു.
എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക. എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക. എൻ രക്ഷക എൻ ദൈവമേ, നിന്നിലായാൽ നാൾ ഭാഗ്യമേ. എന്നുള്ളത്തിൽ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാറാക്കിത്താർ, ആർത്തു ഘോഷിക്കാറാക്കിത്താർ. ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരവും പാനം ചെയ്തതായ അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതിപകരത്തിനുമാക്കി തീർക്കല്ലേ. പിന്നെയോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂലോകം മുഴുവൻ നിന്നെ പ്രതിബന്ധിക്കും. സർവ്വനാമത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തിയേൽപ്പിക്കുന്നവൻ അവർ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മലിനരെ ശുദ്ധന്മാരാക്കാം, മോഹാതുരരെ നിയന്ത്രിക്കാം, പീഡിതരെ പരിരക്ഷിക്കാം, രോഗിക്കേകീടാരോഗ്യം, കരുണ നിറഞ്ഞ പിതാവേ, നല്ല ആശിസുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. കർത്താവേ, തിരുസന്നിധി ശുശ്രൂഷകരുടെ ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാളുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഫലമേൽപ്പിച്ചയക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലേബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ എനിക്കോ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിക്കാനായിട്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ക്രിസ്തേശോനിൻ കുരിശാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും
ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയിലാക്കി കാക്കേണമേ. കർത്താവിന് സ്തുതി. ആരാധനയിൽ വ്യാപരിച്ച എല്ലാ ദൈവകൃപകളോട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വിവാഹ അറിയിപ്പുള്ളത് വായിച്ചു കൊള്ളട്ടെ. നമ്മുടെ ഇടവകയിൽ തറവേലിമണ്ണിൽ പരേതനായ ശ്രീ ഈപ്പൻ്റെയും ശ്രീമതി ഏലിയാമ്മ ഈപ്പൻ്റെയും മകൻ രഞ്ജു റജി ഈപ്പനും കല്ലുപ്പാറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ കല്ലുപ്പാറ പരുവക്കാട്ട് ശ്രീ PA ഐസക്കിൻ്റെയും ശ്രീമതി ജെസ്സി ഐസക്കിൻ്റെയും മകൾ ജീത്തു ഐസക്കും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2020 ജൂലൈ 27 തിങ്കളാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിവാഹം നടത്തുന്നതിന് ലൈസൻസ് എടുത്തിട്ടുള്ളതാകുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇരുവേർ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ യുവജന സഖ്യത്തിൻ്റെ ഒരു നോട്ടീസ്. ഇരുവേർ ഇമ്മാനുവൽ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ വാർഷിക പൊതുയോഗം 2020 ഓഗസ്റ്റ് 2 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പാരിഷ് ഹാളിൽ വെച്ച് പ്രസിഡന്റ് റവറൻ മാത്യൂസ് എ മാത്യു അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് എല്ലാ യുവജന സഖ്യാംഗങ്ങളും പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. അജണ്ട 1 2019-2020 വർഷത്തെ റിപ്പോർട്ട് വായിച്ച് പാസ്സാക്കുക. 2 2019-2020 വർഷത്തെ കണക്ക് വായിച്ച് പാസ്സാക്കുക. 3 2020-2021 വർഷത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കുക. 4 പുതിയ പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ 2020-21 വർഷത്തിലെ ഭാരവാഹികളെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ലേഡീസ് സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ കൂടാതെ എല്ലാ പ്രാർത്ഥനാ യോഗത്തിൽ നിന്നും ഓരോ കമ്മിറ്റി അംഗങ്ങൾ വീതം ഇവരെ തിരഞ്ഞെടുക്കുക. 5 മറ്റ് സന്ദർഭോചിത വിഷയങ്ങൾ. ഈ വിഷയത്തിന്മേൽ കൂടുന്ന യോഗത്തിൽ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് യുവജന സഖ്യാംഗങ്ങളെല്ലാവരും 2 വൈകുന്നേരം 4 മണിക്ക് പാരിഷ് ഹാളിൽ വന്നു കൂടണമേ എന്ന് പ്രത്യേകം അറിയിക്കട്ടെ എന്ന് ഇരുവേർ ഇമ്മാനുവൽ മാർത്തോമ യുവജന സഖ്യത്തിന് വേണ്ടി ആജ്ഞാനുസരണം അഖിൽ തോമസ് യുവജന സഖ്യം സെക്രട്ടറി. ദൈവത്തിൻ്റെ വാഴുകളും അനുഗ്രഹങ്ങളും പ്രിയരെ നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ഭാരങ്ങളെ അറിയുന്ന കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്ന സകല ജീവിത അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും ഇന്നുമല്ല ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.